ഒരു കാലത്ത് മലയാള സിനിമയിലും തമിഴ് സിനിമയിലും ഒരുപോലെ നിറഞ്ഞു നിന്ന ചില നായകന്മാരുണ്ടായിരുന്നു. മലയാളികൾക്ക് സ്വന്തം വീട്ടിലെ ഒരാളെ പോലെ തോന്നിയവർ. അതേസമയം തമിഴ് പ്രേക്ഷകരും അതേ സ്നേഹത്തോടെ സ്വീകരിച്ചവർ. ഒരു വശത്ത് മോഹൻലാലും മമ്മൂട്ടിയും പോലുള്ള മലയാളത്തിലെ സൂപ്പർ താരങ്ങൾക്കൊപ്പം നായികമാരായി തിളങ്ങുമ്പോൾ, മറുവശത്ത് തമിഴിൽ കമൽഹാസൻ, രജനീകാന്ത്, ശിവകുമാർ, കാർത്തിക് തുടങ്ങിയ മുൻനിര താരങ്ങൾക്കൊപ്പവും ഇവർ അഭിനയിച്ചു. ഇന്നത്തെ തലമുറയ്ക്ക് പരിചിതമായ സിനിമാ ലോകത്തിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിരുന്നു അന്നത്തെ കാലം. ഒരു നടി മലയാളത്തിൽ മാത്രം ഒതുങ്ങിയിരുന്നില്ല, തമിഴിലും ഒരുപോലെ വലിയ ആരാധക വൃന്ദം ഉണ്ടാക്കുകയായിരുന്നു. അങ്ങനെ മലയാളത്തിലും തമിഴിലും ഒരേപോലെ തിളങ്ങിയ ആ പഴയകാല നായികമാരിൽ ചിലരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അംബിക, സുഹാസിനി, നദിയ മൈദു, രേവതി, ഊർവശി, ലക്ഷ്മി. ഇവരിൽ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട നായിക ആരാണ്? വീഡിയോ അവസാനം വരെ കണ്ടിട്ട് കമൻറ്റിൽ പറയണം കേട്ടോ. അംബിക. പഴയകാല സിനിമാ പ്രേമികൾക്ക് അംബിക എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് വരുന്നത് ഒരു പ്രത്യേക സ്ക്രീൻ പ്രസൻസ് ആയിരിക്കും. മലയാള സിനിമയിൽ ബാലതാരമായി തുടങ്ങിയ അംബിക പിന്നീട് നായികയായി മാറി. മലയാളത്തിൽ മാത്രമല്ല, തമിഴ്, കന്നഡ, തെലുങ്ക് സിനിമകളിലും സജീവമായിരുന്നു. തമിഴിൽ 1979 ചക്ലത്തിലൂടെയാണ് അരങ്ങേറ്റം കുറിച്ചത്. 80കളിൽ അംബിക മലയാളത്തിലും തമിഴിലും ഒരുപോലെ ശ്രദ്ധ നേടിയ നായികയായിരുന്നു. മലയാളത്തിൽ നിരവധി ശ്രദ്ധേയ സിനിമകളിൽ അഭിനയിച്ചപ്പോൾ തമിഴിലും അന്ത 7 നാൾക്കൾ, കാക്കി ചട്ടൈ, കാതൽ പരിസ് തുടങ്ങിയ സിനിമകളിലൂടെ തൻ്റെ സ്ഥാനം ഉറപ്പിച്ചു. പ്രത്യേകിച്ച് സഹോദരി രാധയ്ക്കൊപ്പം കാതൽ പരിസ് അതിൽ അഭിനയിച്ചതും പ്രേക്ഷകർക്ക് ഓർമ്മയിൽ നിൽക്കുന്ന കാര്യമാണ്. അംബികയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഗ്ലാമർ മാത്രമല്ല, കഥാപാത്രത്തിനനുസരിച്ച് മാറാനുള്ള കഴിവും അവരുടെ വലിയ ശക്തിയായിരുന്നു. ഒരു കാലത്ത് മലയാളത്തിലും തമിഴിലും ഒരുപോലെ ബിസിയായിരുന്ന നായികമാരുടെ മുൻനിരയിൽ അംബികയും ഉണ്ടായിരുന്നു. രണ്ടാമത്തെ നടി സുഹാസിനി. ഇനി പറയുന്നത് അഭിനയത്തിൻ്റെ പുറമെ സിനിമയുടെ മറ്റു മേഖലകളിലും കഴിവ് തെളിയിച്ച ഒരു നായികയെക്കുറിച്ചാണ്. സുഹാസിനി 1980 തമിഴ് സിനിമയായ നെഞ്ചത്തേ കിള്ളാതെയിലൂടെയാണ് സുഹാസിനി അഭിനയ രംഗത്തേക്ക് എത്തുന്നത്. പക്ഷേ ക്യാമറയ്ക്ക് മുന്നിലെ അഭിനയം മാത്രമായിരുന്നില്ല അവരുടെ സിനിമാ യാത്ര. അവർ ക്യാമറ വിഭാഗത്തിലും പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നീട് നടിയായി മാറി നിരവധി മികച്ച കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചു. മലയാള സിനിമയിലും സുഹാസിനിക്ക് വളരെ ശക്തമായ സാന്നിധ്യമുണ്ടായിരുന്നു. കൂടെവിടെ പോലുള്ള സിനിമകളിലൂടെ മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നായികയായി മാറി. തമിഴിൽ സിന്ധു ഭൈരവി പോലുള്ള ചിത്രങ്ങളിലെ പ്രകടനം അവരുടെ അഭിനയശേഷിയുടെ മറ്റൊരു വശം കാണിച്ചു. ആ ചിത്രത്തിലെ അഭിനയത്തിന് ദേശീയ പുരസ്കാരവും ലഭിച്ചു. അതുകൊണ്ടുതന്നെ സുഹാസിനിയെ വെറും ഒരു നായിക എന്നതിലുപരി അഭിനയം, ക്യാമറ, എഴുത്ത്, സംവിധാനം തുടങ്ങി സിനിമയുടെ പല മേഖലകളിലും കഴിവ് തെളിയിച്ച വ്യക്തി എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. നദിയ മൈദു. ഇനി പറയുന്നത് 80കളിലെ മലയാളി യുവാക്കളുടെ മനസ്സിൽ പ്രത്യേക സ്ഥാനം നേടിയ ഒരു നായികയെക്കുറിച്ചാണ്. നദിയ മൈദു. നദിയയുടെ മലയാള സിനിമയിലെ അരങ്ങേറ്റം നോക്കെത്താ ദൂരത്ത് കണ്ണും നട്ട് എന്ന സിനിമയിലൂടെയായിരുന്നു. ആ സിനിമ തന്നെ വലിയ വിജയമായി മാറി. പിന്നീട് അതേ സിനിമയുടെ തമിഴ് വേർഷനായ പൂവേ പൂച്ചൂടവയിലൂടെയും നദിയ തമിഴ് പ്രേക്ഷകരുടെ ശ്രദ്ധ നേടി. അന്നത്തെ കാലത്ത് നദിയയുടെ ഹെയർ സ്റ്റൈൽ, ഡ്രസ് സ്റ്റൈൽ, സംസാരിക്കുന്ന രീതി എല്ലാം തന്നെ യുവാക്കൾക്കിടയിൽ വലിയ ട്രെൻഡായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു സിനിമ കഥാപാത്രം എന്നതിലുപരി നദിയ മൊയ്തു സ്റ്റൈൽ എന്നൊരു പ്രത്യേകത ഇമേജ് തന്നെ അന്നുണ്ടായത്. മലയാളത്തിലും തമിഴിലും ഒരുപോലെ പ്രേക്ഷകർ സ്വീകരിച്ച നായികമാരുടെ പട്ടികയിൽ നദിയയ്ക്ക് വളരെ പ്രധാന സ്ഥാനമുണ്ട്. രേവതി. ഇനി വരുന്നത് അഭിനയത്തോടൊപ്പം പിന്നീട് സംവിധാനത്തിലും തൻ്റെ കഴിവ് തെളിയിച്ച മറ്റൊരു അതുല്യ പ്രതിഭ.
രേവതിയുടെ തമിഴ് സിനിമാ അരങ്ങേറ്റം 1983 മൺവാസനയിലൂടെയായിരുന്നു. ഈ ചിത്രം വലിയ വിജയമായി മാറുകയും രേവതിക്ക് തുടക്കത്തിൽ തന്നെ ശ്രദ്ധ നേടിക്കൊടുക്കുകയും ചെയ്തു. അതിന് പിന്നാലെ മലയാളത്തിലും രേവതി വളരെ ശ്രദ്ധേയമായ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചു. രേവതിയുടെ അഭിനയത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? വളരെ നാച്ചുറലായ എക്സ്പ്രഷൻ, അധികം ഡ്രാമാറ്റിക് ആക്കാതെ തന്നെ കഥാപാത്രത്തിൻ്റെ ഇമോഷൻസ് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ അവർക്ക് സാധിച്ചിരുന്നു. തമിഴിലും മലയാളത്തിലും ഒരേപോലെ സീരിയസ് കഥാപാത്രങ്ങളും കുടുംബ കഥാപാത്രങ്ങളും റൊമാൻറ്റിക് റോൾസും അവതരിപ്പിച്ച രേവതി പിന്നീട് സംവിധായികയായും ശ്രദ്ധ നേടി. അഭിനേത്രി എന്നതിൽ ഒതുങ്ങാതെ സിനിമയുടെ മറ്റൊരു മേഖലയിലും സ്വന്തം കഴിവ് തെളിയിച്ച താരമാണ് രേവതി. ഊർവശി. ഇനി പറയേണ്ടത് ഊർവശിയെക്കുറിച്ചാണ്. ഊർവശിയെ ഒരു വാക്കിൽ വിശേഷിപ്പിക്കണമെങ്കിൽ വേഴ്സാറ്റൈൽ എന്ന് തന്നെ പറയണം. കാരണം നായികയായി മാത്രമല്ല, കോമഡി ആയാലും ഇമോഷണൽ ക്യാരക്ടർ ആയാലും സീരിയസ് റോൾ ആയാലും വളരെ സ്വാഭാവികമായി ചെയ്യാൻ കഴിയുന്ന ഒരു നടിയാണ് ഊർവശി. മലയാളത്തിലും തമിഴിലും ഒരുപോലെ സജീവമായിരുന്ന ഊർവശി 1980കളിലും 90കളിലും മുൻ നായികയായിരുന്നു. തമിഴിൽ മുന്താണി മുടിച്ച് പോലുള്ള സിനിമകളിലൂടെ ശ്രദ്ധ നേടി. പിന്നീട് നായികാവേഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ കഥാപാത്രങ്ങളിലേക്കും അവർ വളരെ സ്വാഭാവികമായി മാറി. അതുകൊണ്ടുതന്നെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഊർവശിയുടെ അഭിനയത്തിന് പഴക്കം തോന്നാത്തത് അവരുടെ വലിയ പ്രത്യേകതയാണ്. അവരുടെ കരിയർ നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാകും. ഒരു നായികയുടെ കാലം അവസാനിച്ചാൽ കരിയർ അവസാനിക്കണമെന്നില്ല. കഥാപാത്രങ്ങൾ മാറുമ്പോഴും അഭിനയശേഷി ഉണ്ടെങ്കിൽ പ്രേക്ഷകർ വീണ്ടും വീണ്ടും സ്വീകരിക്കും എന്നതിന് ഊർവശി ഒരു മികച്ച ഉദാഹരണമാണ്. ലക്ഷ്മി. ഇനി നമ്മുടെ ലിസ്റ്റിലെ ഏറ്റവും സീനിയറായ താരങ്ങളിൽ ഒരാളായ ലക്ഷ്മി 1970കളിൽ തന്നെ ദക്ഷിണേന്ത്യൻ സിനിമയിലെ പ്രധാന നായികമാരിൽ ഒരാളായി ലക്ഷ്മി മാറിയിരുന്നു. തമിഴ്, മലയാളം, കന്നഡ, തെലുങ്ക് തുടങ്ങിയ ദക്ഷിണേന്ത്യയിലെ 4 പ്രധാന ഭാഷകളിലും അവർ അഭിനയിച്ചിട്ടുണ്ട്. മലയാളത്തിൽ ചട്ടക്കാരി വളരെ ശ്രദ്ധേയമായ ചിത്രമായിരുന്നു. ഈ സിനിമയിലെ പ്രകടനത്തിന് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച നടിക്കുള്ള അംഗീകാരവും ലഭിച്ചു. അതുകൊണ്ട് തന്നെ ലക്ഷ്മിയുടെ കരിയർ നോക്കുമ്പോൾ മനസ്സിലാകുന്നത് മലയാളം, തമിഴ് എന്നതിൽ മാത്രം ഒതുങ്ങാതെ ദക്ഷിണേന്ത്യൻ സിനിമ മുഴുവൻ വ്യാപിച്ചിരുന്ന ഒരു വലിയ കരിയർ ആയിരുന്നു അവരുടേത്. അങ്ങനെ നോക്കുമ്പോൾ അംബിക, സുഹാസിനി, നിത്യ മൊയ്തു, രേവതി, ഊർവശി, ലക്ഷ്മി ഓരോരുത്തർക്കും ഓരോ സ്റ്റൈൽ. ഒരാൾക്ക് ഗ്ലാമർ ആയിരുന്നു പ്രത്യേകത, മറ്റൊരാൾക്ക് അഭിനയശേഷി, മറ്റൊരാൾക്ക് നാച്ചുറൽ എക്സ്പ്രഷൻ, മറ്റൊരാൾക്ക് കോമഡി. പക്ഷേ ഇവരെയെല്ലാം തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. മലയാളത്തിലും തമിഴിലും ഒരേപോലെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ നായികമാരായിരുന്നു ഇവർ. ഇന്ന് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇവരുടെ പഴയ സിനിമകൾ കാണുമ്പോൾ അതേ സ്നേഹത്തോടെ നമ്മൾ വീണ്ടും കാണുന്നതും അതുകൊണ്ട് തന്നെയാണ്. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ ലിസ്റ്റിൽ ഏറ്റവും മികച്ച നടി ആരാണ്? അംബികയാണോ, സുഹാസിനിയാണോ, നദിയയാണോ, രേവതിയാണോ, ഊർവശിയാണോ അതോ ലക്ഷ്മിയാണോ? നിങ്ങളുടെ പ്രിയപ്പെട്ട നായികയുടെ പേര് കമൻറ്റിൽ എഴുതൂ. ഇതുപോലെ പഴയകാല നായകന്മാരുടെ വിശേഷങ്ങൾ അറിയുവാൻ താരങ്ങളെക്കുറിച്ചുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇനി അടുത്തൊരു നല്ല വീഡിയോയുമായി വരാം. എല്ലാവർക്കും സ്നേഹം മാത്രം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്.